ISLന്റെ നിലവിലെ സീസൺ കൂടെ പ്രതീക്ഷകൾക്കൊക്കെ വിരാമമിട്ട് ബ്ലാസ്റ്റേഴ്സും ആരാധകരും 10ാം സീസണിന് വിട പറയുമ്പോൾ ഷീൽഡും കപ്പും ഇപ്പോഴും കിട്ടാക്കനിയായതിന്റെ പേരിൽ വിമർശനങ്ങളും ഉയരുമ്പോൾ ഈ സീസൺ ആദ്യപാദത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം എവിടെയായിരുന്നുവെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്നാമതുണ്ടായ ടീം എന്തുകൊണ്ടാണ് രണ്ടാം പാദത്തിൽ തകർന്നടിഞ്ഞതെന്നും നേരത്തെ തന്നെ സീസണിനോട് വിട പറയേണ്ടി വന്നതെന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു ടീമിന്റെ 3/4 ഭാഗം താരങ്ങളും പരിക്കായി നഷ്ടപ്പെട്ടപ്പോൾ ഉള്ള താരങ്ങളെ വെച്ച് ഇതുവരെ എത്തിച്ച ആശാനും അവസരം കിട്ടിയപ്പോൾ തിളങ്ങിയ യുവതാരങ്ങൾക്കുമാണ് ക്രെഡിറ്റ്. സോ പരിക്കുകൾ വീണ്ടും വില്ലനായ ഈ സീസൺ നമുക്ക് മറന്നേ മതിയാകൂ. അടുത്ത സീസൺ വേണം ആശാൻ ആഗ്രഹിച്ച ഫുൾ സ്ട്രെങ്ത് ടീമിനെ ഇറക്കി നമുക്ക് വിലയിരുത്താൻ. ഇപ്പോഴേ തള്ളിപ്പറയേണ്ടതിന് പകരം ആ ഒരു അവസരം കൂടെ തീർച്ചയായും കൊടുത്തേ മതിയാകൂ. എന്തായാലും പരിക്കുകളും സസ്പെൻഷനുകളും കാരണം ഈ സീസണിൽ എത്ര താരങ്ങൾക്ക് എത്ര മത്സരങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ 17ഓളം താരങ്ങൾക്ക് പരിക്കും സസ്പെൻഷനുകളും കാരണം ഈ സീസണിൽ മൊത്തത്തിൽ നോക്കിയാൽ മത്സരങ്ങൾ നഷ്ടമായിട്ടുണ്ട്. സുത്തിരിയോക്ക് 22 മത്സരങ്ങളും ഐബാന് 19 മത്സരങ്ങളും നഷ്ടമായപ്പോൾ ജീക്സണ് 11, ഫ്രെഡിക്ക് 12, ലൂണയ്ക്ക് 13, പെപ്രയ്ക്ക് 10, നിഹാലിന് 8 മത്സരങ്ങളും പ്രബീർദാസിന് 9 മത്സരങ്ങളും സച്ചിൻ ലെസ്കോവിച്ചിന് 8 മത്സരങ്ങളും ദിമിത്രിയോസിന് 5 മത്സരങ്ങളും ജസ്റ്റിൻ, രാഹുൽ, വിപിൻ എന്നീ താരങ്ങൾക്ക് 3 മത്സരങ്ങളും ദാനിഷ് ഹോർമിപ്പാമിന് 2 മത്സരങ്ങളും ഒടുവിൽ ലാറയ്ക്ക് 1 മത്സരത്തിന്റെ പകുതിയുമാണ് പരിക്കും സസ്പെൻഷനും കാരണം ഈ സീസണിൽ മാത്രം നഷ്ടമായത്. ഇത് ശരിക്കും നോർമലല്ല. എന്നിട്ടും ഒരു 11 നിലനിർത്താൻ പറ്റാഞ്ഞിട്ടും ഇതുവരെ ടീമിനെ എത്തിച്ച ആശാന് ഒരു സല്യൂട്ട് കൊടുത്തേ മതിയാകൂ. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.